ഡിഗ്രി കഴിഞ്ഞ കാലയളവിലാണ് ഈ ബോധി എന്ന് പറയുന്ന മാസികമായിട്ട് ഞങ്ങൾ രണ്ട് കൂട്ടുകാരിങ്ങനെ നടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കോണാട്ടുകരയിലെ പ്രിയപ്പെട്ട എഴുത്തുകാരെ എല്ലാം തന്നെ ആ വളരെ ചെറുപ്പത്തിൽ തന്നെ പോയി കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ്. തോപ്പിൽ ഫാസി സാറ്, ആർ നരേന്ദ്രപ്രസാദ് സാറ്, അന്നുണ്ടായിരുന്ന ഡോക്ടർ ധർമ്മരാജ ഡാക്ടർ സാറ്, കോശി തറക്കി സാറ്, അങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പണൻ എന്ന അപ്പുവിൻ്റെ ഗർഭം എന്ന് പറഞ്ഞൊരു കഥ എഴുതുന്നത്. അപ്പണൻ എന്ന അപ്പുവിൻ്റെ ഗർഭം. അപ്പോൾ ഇത് ആദ്യത് ഞങ്ങളുടെ ബോധിയുടെ അത് പുറത്തിറങ്ങി, കയ്യെഴുത്ത് പ്രതിയാണ്. അപ്പോൾ സാറ് അത് പറഞ്ഞത് കെമുവിൻ്റെ സവിധത്തിൽ എത്തി നിൽക്കുന്നു ഈ കഥ. ഒരിക്കലും ആരെയെങ്കിലും നോക്കി കോപ്പി അടിക്കുന്നത് ഒരിക്കലും അത് ഗുണകരമല്ല എന്ന് വളരെ പച്ചയായിട്ട് പറഞ്ഞു. ഭഗവാനാണേ സത്യം, ഞാനത് കെമുവിന്റെ കഥ വായിച്ചിട്ടില്ല. എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി പറയുകയാണ്. ഞാൻ കെമു എന്ന് പറയുന്ന ആളുടെ പുസ്തകം വായിച്ചിട്ടില്ല, കെമുവിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. നമ്മുടെ മനസ്സിൽ വന്ന എന്തോ ഒരു ആദിയോ വ്യാധിയോ ഒരുമാതിരി ഭ്രാന്തമായി എഴുതി എന്നുള്ളതാണ്. വളരെ രസകരമായിട്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വളരെ സന്തോഷകരമായ ഒരു അനുഭൂതി നൽകുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന് അങ്ങനെ പറയുന്നതൊരിക്കലും ശരിയല്ല. പഠിക്കുന്ന കാലത്തൊക്കെ കവിത എന്ന പേരിലെ, കവിതയൊന്നും പറയാൻ പറ്റില്ല, ദയവായി ക്ഷമിക്കുക, എന്ന പേരിലൊക്കെ എഴുതുമായിരുന്നു. ആ കവിതയൊക്കെ കൂടെ ചേർത്താണ് ആദ്യം കരയുന്ന കൊടിക്കുറകൾ എന്ന് പറഞ്ഞ് വളരെ പഴയ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല, ആ ഒരു 10-35 വർഷം മുമ്പ് എഴുതിയ അല്ലെങ്കിൽ കുറിപ്പുകളാണ് കവിതാ സമാഹാരം എന്ന് പറഞ്ഞ് എഴുതിയത്. പിന്നീട് നമ്മുടെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതായോധനത്തിൻ്റെ വല്ലാത്ത സന്ധികളിലൂടെയൊക്കെ പോയി വക്കീൽപ്പണി തുടങ്ങി, പൂർണ്ണമായി വക്കീൽപ്പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതം പോകുന്ന കാലയളവിലാണ് ഭാഗ്യമെന്ന നിലയിൽ നമുക്ക് കോവിഡിൻ്റെ ഒരു അടച്ചിരിപ്പ് കാലം വരുന്നത്. ആ കാലയളവിൽ തുടർച്ചയായി ഇരുന്ന് എഴുതിയ 1-1.5 മാസം കൊണ്ട് എഴുതിയ 33 അധ്യായങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് നമ്മുടെ മനസ്സിൽ വന്നത് എഴുതി വെക്കുകയായിരുന്നു ചെയ്തത്. ഒട്ടും അതിൻ്റെ പുറത്ത് മാറി ഒരു രണ്ടാമത് എഴുതിയതല്ല ഒന്നും തന്നെ. അങ്ങനെയുള്ള ഒരു 33 അധ്യായത്തിലെ 23 അധ്യായങ്ങൾ ചേർത്തിട്ടാണ് ഈ നമ്മുടെ മാവേലിക്കര ലായനത്തിലെ പുറത്തിരാടൻ കഥകൾ എഴുതി പ്രസിദ്ധീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്.